കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പൈതൃക തനിമയും കലാസാംസ്കാരിക മഹിമയും സമന്വയിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച ആവേശപ്പൊലിമയോടെ ആഘോഷിക്കും. എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾ ഒരുക്കിയ കലാരാവുകൾ പൂർത്തിയാക്കി തട്ടകമെല്ലാം പൂരലഹരിയിലേക്ക് അമർന്നതോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരപ്രേമികൾ വടക്കാഞ്ചേരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗജവീരന്മാരും താളലയ വിസ്മയമൊരുക്കുന്ന വാദ്യമേളങ്ങളും വർണ്ണാഭമായ വെടിക്കെട്ടും അണിനിരക്കുന്ന പൂരക്കാഴ്ചകൾക്കായി നാടും നഗരവും സർവ്വസജ്ജമായി കഴിഞ്ഞു. മധ്യ കേരളത്തിലെ പ്രസിദ്ധ പൂരമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. പ്രൗഢഗംഭീരമായ ആന എഴുന്നള്ളിപ്പും പ്രസിദ്ധമായ വെടിക്കെട്ടും കൊണ്ട് തൃശൂർ പൂരത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഉത്രാളിക്കാവ് പൂരം. എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ 3 ദേശങ്ങളുടെ സംഗമമാണ് ഉത്രാളിക്കാവ് പൂരത്തെ ധന്യമാക്കുന്നത്. എങ്കക്കാട് ദേശത്തിന്റെ പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും കോങ്ങോട് രാധാകൃഷ്ണനും നേതൃത്വം നൽകും. തിമിലയിൽ കലാമണ്ഡലം കുട്ടിനാരായണനും മദ്ദളത്തിൽ കല്ലൂർ സന്തോഷും അണിനിരക്കും. മേളത്തിന് കിഴക്കോട്ട് അനിയന്മാരാരും കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും പ്രാമാണിമാരാകുമ്പോൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 4:30 എങ്കക്കാട് ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കും. കുമരനെല്ലൂർ ദേശത്തിന്റെ പഞ്ചവാദ്യത്തിൽ ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ പ്രാമാണിത്വം വഹിക്കും. കോങ്ങോട് മോഹനൻ, കോട്ടക്കൽ രവി എന്നിവരും വാദ്യനിരയിലുണ്ടാകും. മേളത്തിന് വെള്ളിത്തുരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും. പുതുപ്പള്ളി കേശവനാണ് കുമരനെല്ലൂർ വിഭാഗത്തിനു വേണ്ടി ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. 25-ന് പുലർച്ചെ കുമരനെല്ലൂരിന്റെ വർണ്ണാഭമായ വെടിക്കെട്ടിന് ദേശമംഗലം സുരേന്ദ്രനും ശിവകാശി കെ വിജയകുമാറുമാണ് നേതൃത്വം നൽകുന്നത്. വടക്കാഞ്ചേരി ദേശത്തിന്റെ പഞ്ചവാദ്യത്തിന് തിരുവല്ലാമല ഹരി, പള്ളിമണ്ണ രാജീവ് എന്നിവർ നേതൃത്വം നൽകും. മേളത്തിൽ പെരുവനം കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പ്രാമാണിമാരാകും. ഊക്കൻസ് കുഞ്ചുവാണ് വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ തിടമ്പേറ്റുന്നത്. സതീഷ് കുമാർ പാലക്കാടാണ് ഇവിടുത്തെ വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്നത്. കേളത്തച്ഛൻ തന്റെ ഓലക്കുടയിൽ ആനയിച്ചു കൊണ്ടുവന്ന മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് രുദ്രമഹാകാളിയായി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട പ്രതിഷ്ഠയിൽ നിന്നും അരിവാൾ തട്ടി രക്തം വന്നതിനെ തുടർന്നാണ് ക്ഷേത്രം നവീകരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരത്തോടെ വടക്കാഞ്ചേരിയിലെ പാടശേഖരങ്ങൾ പൂരപ്രേമികളെ കൊണ്ട് നിറയും. രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ആന എഴുന്നള്ളിപ്പുകളും പഞ്ചവാദ്യവും പാണ്ടിമേളവും ആസ്വദിക്കുവാൻ പതിനായിരങ്ങളാണ് വടക്കാഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തുന്നത്.